CRP ഫൈറ്റ് ക്ലബ്ബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹംപി യാത്രയുടെ 6ാമത്തെ എപ്പിസോഡാണ്. അവിടെ സെനാന എൻക്ലോഷർ എന്ന് പറഞ്ഞൊരു ഏരിയയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഈ ഒരു ഏരിയ അന്നത്തെ കാലത്ത് രാജകീയ സ്ത്രീകൾക്കുള്ള ഒരു സ്വകാര്യ സ്ഥലമായിരുന്നു. ഈ ഒരു ഏരിയ വിജയനഗര സാമ്രാജ്യത്തിലെ രാജകീയ സ്ത്രീകൾക്കായി നീക്കി വെച്ചിരുന്ന ഒരു കോട്ട കെട്ടിയതും ഒറ്റപ്പെട്ടതുമായ ഒരു പ്രദേശമാണ് ഈ ഒരു സെനാന എൻക്ലോഷർ. ഈ കാണുന്നൊരു ഏരിയയുടെ ചുറ്റും നല്ല ഉയരമുള്ള മതിലുകളും അത് അതിക്രമിച്ച് കിടക്കാതിരിക്കാനുള്ള വാച്ച് ടവറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇതൊരു മ്യൂസിയം, ചെറിയൊരു മ്യൂസിയമാണ് ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ട്രഷറി ബിൽഡിംഗാണ് ഈ കാണുന്നത്. ഇതിനകത്തൊരു ചെറിയ മ്യൂസിയമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം ഇവിടത്തേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. 10 രൂപയാണ് ഒരാളുടെ ഫീസ്. ഇന്ത്യക്കാർക്ക് ഒരു 10 രൂപയാണ് ഇത് ഫീസ് വരുന്നത്. വിദേശികൾക്ക് ഏകദേശം 250 രൂപയാണ് ഫീസ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ ഫീസൊന്നുമില്ല. ഈ ഒരു സെനാന എൻക്ലോഷറിൻ്റെ വാസ്തുവിദ്യ ഒരു ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ട്രഷറി ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങുമ്പം ഒരു അടിത്തറ കാണാം. ഒരു പഴയ രാജ്ഞിയുടെ കൊട്ടാരത്തിൻ്റെ ഒരു അടിത്തറയാണ് ഇത്. ഇത് അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന കൊട്ടാരങ്ങളുടെ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു അടിത്തറ മാത്രമാണ് നമ്മൾ കണ്ടത്. ഇത് പിന്നെ വെള്ളം ശേഖരിക്കാനുള്ള ഒരു ഏരിയയാണ്. ഹംപിയിൽ നിന്നും കുഴിച്ചെടുത്ത അവശിഷ്ടങ്ങളിൽ ഏറ്റവും വിസ്തീർണമുള്ള ഒരു കൊട്ടാരത്തിൻ്റെ ബേസ്മെൻറ്റാണ് നമ്മൾ നേരത്തെ കണ്ടത്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്നാൽ ഈ കാണുന്നതാണ് ലോട്ടസ് മഹൽ. ഈ ഒരു സെനാന എൻക്ലോഷറിൻ്റെ പ്രധാന ആകർഷണം തന്നെ ഈ ഒരു ലോട്ടസ് മഹലാണ്. ഹംപിയിലെ ഏറ്റവും പ്രശസ്തമായ ഘടനകളിൽ ഒന്നാണ് ഈ ഒരു ലോട്ടസ് മഹലിൻ്റെത്. മുഗളന്മാരുടെ ആക്രമണ സമയത്ത് കേടുപാടുകളൊന്നും വരുത്താത്ത അവശേഷിക്കുന്ന ചുരുക്കം ചില ഘടനകളിൽ ഒന്ന് മാത്രമാണ് ഈ ഒരു ലോട്ടസ് മഹൽ. താമരമുട്ടിൻ്റെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു മനോഹരമായ ഒരു രൂപകൽപ്പനയാണ് ഈ ഒരു ലോട്ടസ് മഹൽ. ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ലോട്ടസ് മഹലിനുള്ളത്. ഈ ഒരു ലോട്ടസ് മഹലിൻ്റെ കമാനങ്ങൾ ഒരു താമരയുടെ ഇതളുകൾക്ക് സാമ്യമുള്ളതും മുഴുവൻ ഘടനയും പകുതി തുറന്ന താമരമുട്ടിൻ്റെ ആകൃതിയിലുള്ളതുമാണ്. ഈ ലോട്ടസ് മഹൽ നല്ല ഉയരമുള്ള ജാലകങ്ങളൊക്കെ ഉള്ള ഒരു ഇരുനില കെട്ടിടമാണ് ഈ ഒരു ലോട്ടസ് മഹൽ. നമ്മൾ ലോട്ടസ് മഹലിൽ നിന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മതിൽ കോമ്പൗണ്ട്, നമ്മൾ പറഞ്ഞ ഈ ഒരു കോമ്പൗണ്ടിൽ നിന്നും വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് എലിഫൻറ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നൊരു ഏരിയ. നമ്മൾ എലിഫൻറ്റ് സ്റ്റേബിളിലോട്ടാണ് അടുത്ത് പോകുന്നത്. അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആ ഒരു കോമ്പൗണ്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ആ കാണുന്നതാണ് എലിഫൻറ്റ് സ്റ്റേബിൾ. ഈ വിജയനഗര സാമ്രാജ്യത്തിലെ രാജകീയ ആനകൾക്ക് അഭയം നൽകുന്നതിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മനോഹരമായ ഘടനയാണ് ഈ ഒരു ഹംപിയിലെ ആനക്കൂട്. ഇതാണ് ആ ഒരു ഹംപിയിലെ ആനക്കൂടിൻ്റെ ഉൾവശം. ഇത് ഓരോന്നിൽ നിന്ന് ഓരോന്നിലോട്ട് ഇങ്ങനെ നമുക്ക് കയറി ഇറങ്ങാൻ പറ്റും. ചെറിയ ചെറിയ കവാടങ്ങളുണ്ട്. ആ വലിയ വാതിലിലൂടെയാണ് ആനകളെ ഉള്ളിൽ കടത്തിയിരുന്നത്. ഏകദേശം 12ഓളം കമാനങ്ങളുണ്ട്. ആ ഒരു സെനാന എൻക്ലോഷറിൻ്റെ പുറം ഭാഗത്തായിട്ടാണ് ഈ ഒരു ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത്. AD 1565 വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് കാരണമായ ഹംപിയിലെ മുഗൾ ആക്രമണത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാത്ത ചുരുക്കം ചില നിർമ്മിതികൾ ഒന്നാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞ ലോട്ടസ് മഹൽ, അതും ഇതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. പിന്നെ ഈ കാണുന്നതാണ് ഒരു ഗാർഡുകൾ താമസിച്ചിരുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ അതും ഒരു ചെറിയൊരു മ്യൂസിയം ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കവിടെ പഴയ പുരാതനമായ കുറേ ഇതൊക്കെ കാണാൻ കഴിയും. ഇപ്പോൾ ഇത് ഒരു സ്കൾപ്ചർ ഗാലറി, ഗാർഡ്സ് ഹൗസ്, പഴയ ഗാർഡ്സ് ഹൗസാണ് ഇപ്പോഴത്തെ സ്കൾപ്ചർ ഗാലറി ആക്കി ഉപയോഗിക്കുന്നത്. ഇത് ആ ഗാലറിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള ദൃശ്യമാണ്. ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട എലിഫൻറ്റ് സ്റ്റേബിൾസ്, ആനക്കൂട്. ഇത് നമ്മൾ ഈ ഒരു ഗാർഡ്സ് ഹൗസിനകത്തോട്ട് പോകുന്നൊരു വഴിയാണ്. നമ്മളിതിങ്ങനെ നേരെ കയറി പോകുമ്പോൾ ഒരു നടുത്തളം കാണാം. 2 സൈഡിലും തേണക്ക് വരാന്തകൾ കാണാം. ഇത് അന്നത്തെ ഗാർഡുകൾ താമസിച്ചിരുന്നതും ട്രെയിൻ ചെയ്തിരുന്നതുമായ സ്ഥലമെന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്തുണ്ടായിരുന്നതിൽ നശിപ്പിക്കപ്പെടാത്ത ഏരിയയിൽ ഇതും ഉൾപ്പെടുന്നുണ്ട്. ഇതിൻ്റെ നടുത്തളത്തിലൊക്കെ അന്ന് ഗാർഡുകൾ പരിശീലിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതൊരു ഗാലറി ആക്കി മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ പഴയ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്ന ശിലകളൊക്കെ ഒരുപക്ഷെ പഴയകാല കൊട്ടാരങ്ങളുടെയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളിൽ പെടുന്നതായിരിക്കാം. നമ്മളിപ്പോൾ ആ ഒരു ക്വാർട്ടേഴ്സിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ ഇങ്ങനെ ഈ ഒരു വരാന്തയിലൂടെ നമ്മൾ ആ ബിൽഡിങ്ങിൽ കയറുമ്പോൾ ഇടതുവശത്തൂടെയും വലതുവശത്തൂടെയും ഇങ്ങനെ കറങ്ങി വരാം. നമ്മൾ അത് ലെഫ്റ്റിലൂടെ കയറി ഫുൾ റൗണ്ട് കറങ്ങിയാണ് നമ്മളിപ്പോൾ വെളിയിൽ വന്നത്. വെളിയിൽ വന്ന് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട എലിഫൻറ്റ് സ്റ്റേബിൾസ് ഉള്ളത്. ഇത് അതിൻ്റെ താഴേക്കുള്ള വഴിയാണ്. പക്ഷേ അത് അലൗഡ് അല്ല. അവിടെ ഒരു ഗ്രില്ലിട്ട് അവർ മറച്ചിട്ടുണ്ട്.
ഈ ഒരു ആനക്കൊട്ടിലിൽ അന്നത്തെ കാലത്ത് പ്രത്യേക പരിഗണന ലഭിച്ചിരുന്ന ആനകളെ താമസിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ പുറത്ത് നോക്കുമ്പോൾ കാണാം, അതിമനോഹരമാണ് ഈ ഒരു ഏരിയ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചെറിയ രീതിയിൽ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഹംപി വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.